ബൽറാം, ഗുഡ് മോർണിംഗ്. ഇന്ന് രാജ്യ തലസ്ഥാനത്ത് നിന്നും ഒപ്പം ഉത്തരേന്ത്യയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ് ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഉത്തരേന്ത്യയിൽ നിന്നും രാജ്യ തലസ്ഥാനത്ത് നിന്നും ഇന്നും ഒട്ടേറെ വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് പ്രധാനമായ ഒരു സുരക്ഷാ യോഗം ത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്. യോഗം ഇന്നലെ ആരംഭിച്ചതാണ്. ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് ദേശീയ വാർഷിക സുരക്ഷാ യോഗം ചേരുന്നത്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും DGPമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, കൂടാതെ വിവിധ കേന്ദ്ര പോലീസ് സേനകളുടെ മേധാവികൾ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും രാജ്യം നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികൾ അടക്കമുള്ള വിഷയങ്ങളാണ് ഈ യോഗത്തിൽ ചർച്ചയാകുന്നത്. അതിൽ തന്നെ പ്രധാന അജണ്ടയായി നിശ്ചയിച്ചിരിക്കുന്നത് മാവോയിസ്റ്റ് വിരുദ്ധ നടപടികൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലെ തന്നെ ഈ യോഗം ഇത്തവണ നിശ്ചയിക്കാനുള്ള കാരണം ഉൾപ്പെടെ ഈ മാവോയിസം ഒരു അജണ്ടയായി തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ്. വരുന്ന മാർച്ച് 31 മുമ്പായി മാവോയിസം ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ആ ഒരു പ്രഖ്യാപനം നടപ്പാക്കുന്നതിന്റെ പുരോഗതി അടക്കമുള്ള വിഷയങ്ങൾ യോഗം വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ വിഷയവും പ്രധാന അജണ്ടയായി ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. AI സാങ്കേതിക വിദ്യ അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഈ കേസ് അന്വേഷണങ്ങളിൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. എന്തായാലും രാജ്യത്തെ പോലീസ് സേനകളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഈ ഒരു യോഗം. അതേസമയം രാജ്യ തലസ്ഥാനത്തെ സംബന്ധിച്ച് അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ GRAP 3 മാനദണ്ഡങ്ങൾ അനുസരിച്ച് കർശനമാക്കിയ നടപടികൾ 3 ദിവസത്തോളം ഈ നേരിയ തോതിൽ വായുമലിനീകരണത്തിൽ കുറവ് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ അതിൽ ഇളവുകൾ വരുത്തിയിരുന്നു. എന്നാൽ അതിനുശേഷവും ഇപ്പോഴും അതീവ ഗുരുതരമായ സാഹചര്യം ഡൽഹിയിലെ പല സ്റ്റേഷനുകളിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. 400-ന് മുകളിൽ അന്തരീക്ഷ മലിനീകരണം അല്ലെങ്കിൽ വായു ഗുണനിലവാര നിരക്ക് കഴിഞ്ഞ ദിവസവും 6 സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ വീണ്ടും കടുപ്പിക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് പരിശോധിച്ച് വരികയാണ്. നിലവിൽ ഈ അന്തരീക്ഷ മലിനീകരണത്തിന് രൂക്ഷമാകാൻ നുള്ള കാരണങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് വിശദമായ പഠനങ്ങൾ നടന്നു വരുന്നുണ്ട്. എന്തായാലും ഈ വായുമലിനീകരണത്തിനെതിരായി പ്രതിഷേധം അടക്കമുള്ളവ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഗൗരവത്തോടെ തന്നെ ഈ വിഷയം പരിശോധിക്കും എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ശരി ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.